നമസ്കാരം. പ്രധാന വാർത്തകൾ. സാമ്പത്തിക പ്രതിസന്ധി. പെരിന്തൽമണ്ണ നഗരസഭയിൽ ടൗൺ ഹാൾ നിർമ്മാണം ഉൾപ്പെടെ വൻകിട പദ്ധതികൾ മുടങ്ങിക്കിടക്കുന്നു. പ്രവൃത്തി ആരംഭിച്ച് വർഷങ്ങളായിട്ടും ടൗൺ ഹാളിന്റെ നിർമ്മാണം പൂർത്തിയാക്കാനായില്ല. ഭാരതപ്പുഴയിലെ വാണിയംകുളം ത്രാങ്ങാലി ഭാഗത്തെ അടിയണ സംരക്ഷിക്കണമെന്ന ആവശ്യം നവകേരള സദസ്സിൽ നൽകിയ നിവേദനത്തിൽ പ്രതീക്ഷ. പദ്ധതിയുമായി ബന്ധപ്പെട്ട് റഫ് എസ്റ്റിമേറ്റ് എടുക്കാമെന്ന ഇറിഗേഷൻ വകുപ്പിന്റെ മറുപടി ലഭിച്ചതായി വാർഡ് മെമ്പർ. കാരാകൃഷി കുണ്ടുകണ്ടം എഴുത്തോംപാറ പാലം 19 കോടി രൂപ ചിലവിൽ പുതുക്കി പണിയുമെന്ന് കെ ശാന്തകുമാരി MLA. പാലവും റോഡും വീതി കൂട്ടിയാണ് നിർമ്മിക്കുകയെന്നും MLA. മാതാപിതാക്കളുടെ ഓർമ്മയ്ക്കായി 40 സെന്റ് സ്ഥലം ദയാ ചാരിറ്റബിൾ സൊസൈറ്റിക്ക് സൗജന്യമായി നൽകി മണ്ണാർക്കാട് ബിയക്കുറിശി സ്വദേശികളായ ദമ്പതികൾ. ഇവിടെ അർഹരായ കുടുംബങ്ങൾക്ക് ദയാഗ്രാമം ഒരുക്കുമെന്ന് ട്രസ്റ്റ് ഭാരവാഹികൾ. കളിയരങ്ങുമായി വെള്ളിനടിയിൽ താടിയരങ്ങ് 24-ന്. കഥകളിക്കൊപ്പം മറ്റ് കലാപരിപാടികളും ആസ്വാദക സദസ്സും ഒരുക്കിയതായി സംഘാടകർ. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. പെരിന്തൽമണ്ണ നഗരസഭയുടെ വൻകിട പദ്ധതികൾ മുടങ്ങിക്കിടക്കുന്നു. പ്രധാന പദ്ധതികളിലൊന്നായ മുനിസിപ്പൽ ടൗൺ ഹാളിന്റെ നിർമ്മാണം വർഷങ്ങളേറെയായിട്ടും പൂർത്തിയാക്കാനായിട്ടില്ല. പഴയ മുനിസിപ്പൽ ടൗൺ ഹാൾ പൊളിച്ചു നീക്കിയ സ്ഥലത്ത് ആധുനിക രീതിയിൽ കൂടുതൽ സൗകര്യങ്ങളോടെ ടൗൺ ഹാൾ കെട്ടിടം നിർമ്മിക്കാൻ നഗരസഭ തീരുമാനിച്ചതാണ്. ഇതുപ്രകാരം പഴയ ടൗൺ ഹാൾ പൊളിച്ചുമാറ്റി പുതിയ ടൗൺ ഹാളിന്റെ കെട്ടിട നിർമ്മാണം വർഷങ്ങൾക്ക് മുമ്പ് ആരംഭിക്കുകയും ചെയ്തതാണ്. എന്നാൽ ഇതുവരെയും ടൗൺ ഹാളിന്റെ നിർമ്മാണം പൂർത്തിയാക്കാൻ സാധിച്ചിട്ടില്ല. സാമ്പത്തിക പ്രതിസന്ധി മൂലം മുടങ്ങിക്കിടക്കുന്ന അവസ്ഥയാണുള്ളത്. ഈ കൂട്ടത്തിൽ ടൗൺ ഹാളിന്റെ പൂർത്തീകരണവും സാമ്പത്തിക പ്രതിസന്ധി കാരണം നീളുകയാണ്. കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്ത് നഗരസഭയുടെ സിൽവർ ജൂബിലി വർഷത്തിന്റെ ഭാഗമായി 25 പദ്ധതികൾക്ക് രൂപം നൽകിയിരുന്നു. ഇതിൽപ്പെട്ട പദ്ധതിയാണ് മുനിസിപ്പൽ ടൗൺ ഹാൾ നിർമ്മാണം. നഗരസഭയുടെയും വിവിധ സംഘടനകളുടെയും മറ്റു പരിപാടികൾ സംഘടിപ്പിച്ചിരുന്ന വേദിയായിരുന്നു പഴയ മുനിസിപ്പൽ ടൗൺ ഹാൾ. നഗരസഭയ്ക്ക് വരുമാനവും ലഭിച്ചിരുന്നു. ഇതെല്ലാം മുടങ്ങിയ സ്ഥിതിയാണിപ്പോൾ. കാരാകൃഷി പള്ളിക്കുറുപ്പ് കുണ്ടുകണ്ടം എഴുത്തോംപാറ പാലം 19 കോടി രൂപ ചിലവിൽ പുതുക്കി പണിയുമെന്ന് കെ ശാന്തകുമാരി MLA. പാലത്തിന്റെ ഇരുവശത്തും റോഡ് ഉൾപ്പെടെ നിർമ്മിക്കുന്ന പദ്ധതിയാണ് പുതിയതെന്നും MLA അറിയിച്ചു. 2018 വെള്ളപ്പൊക്കത്തിലാണ് പാലം തകർന്നത്. പാലം പുനർനിർമ്മിക്കാനായി കിഫ്ബിയിൽ നിന്ന് 8 കോടി രൂപ അനുവദിച്ചിരുന്നു. 2021 ജൂലൈ 6 പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PM മുഹമ്മദ് റിയാസ് കുണ്ടുകണ്ടം എഴുത്തോംപാറ പാലത്തിന്റെ നിർമ്മാണോദ്ഘാടനം നടത്തിയത്. എന്നാൽ നിർമ്മാണം ഏറ്റെടുത്ത കരാറുകാരൻ പിന്മാറിയതോടെ പ്രവൃത്തി പ്രതിസന്ധിയിലായി. കാരാകുറിശി പഞ്ചായത്തിലെ കുണ്ടുകണ്ടം നിവാസികളുടെ ജീവനാഡിയാണ് എഴുത്തോംപാറ പാലം. കുണ്ടുകണ്ടം പ്രദേശത്തെ കുട്ടികൾ പഠിക്കുന്നത് പുഴയ്ക്ക് അക്കരെയുള്ള അരപ്പാറ സ്കൂളിലാണ്. പാലം കടന്ന് നടക്കാനുള്ള ദൂരമേയുള്ളൂ സ്കൂളിലേക്ക്. പാലമില്ലാത്തതിനാൽ പള്ളിക്കുറുപ്പ്, കാരാകുറിശി, വാഴമ്പുറം എന്നിവിടങ്ങളിലൂടെ 8 കിലോമീറ്ററോളം ചുറ്റിയാണ് കുട്ടികൾ സ്കൂളിലെത്തുന്നത്. കുട്ടികളെ സ്കൂളിലെത്തിക്കാൻ വാഹനം ഏർപ്പെടുത്തിയിരിക്കുകയാണ്. പല കുടുംബങ്ങൾക്കും ഇതിനുള്ള സാമ്പത്തിക ശേഷിയില്ലാത്തവരാണ്. പഞ്ചായത്ത്, കൃഷി ഓഫീസ്, PHC, മരുന്ന് ഷോപ്പ്, മൃഗാശുപത്രി തുടങ്ങിയ സ്ഥാപനങ്ങളും പ്രവർത്തിക്കുന്നത് പുഴയ്ക്ക് അക്കരെയാണ്. ഇവിടങ്ങളിലെത്താനും 8 കിലോമീറ്റർ ചുറ്റണം. പാലമുണ്ടെങ്കിൽ പാലം കടന്ന് ജലീൽ മുക്കിലെത്തി ബസ് കയറിയാൽ 10 രൂപയ്ക്ക് പഞ്ചായത്തിലെത്താം. ഈ സ്ഥാനത്താണ് വാഹനം വിളിച്ചു പോകേണ്ട ഗതികേട്. ഇതിനു പരിഹാരമായാണ് എസ്റ്റിമേറ്റ് തുക പുതുക്കി പുതിയ പ്രപ്പോസൽ സമർപ്പിച്ചതെന്ന് MLA പറഞ്ഞു. പാലം മുതൽ ജലീൽ മുക്ക് വരെ റോഡ് BMBC ചെയ്ത് നവീകരിക്കും. പള്ളിക്കുറുപ്പ് ഭാഗത്തും റോഡ് നിർമ്മിക്കും. വലിയ വാഹനങ്ങൾ പോകുന്ന വിധത്തിലാണ് റോഡും പാലവും നിർമ്മിക്കുക എന്നും MLA പറഞ്ഞു. എഴുത്തോംപാറ പാലവും ടിപ്പു സുൽത്താൻ റോഡും ഒരുമിച്ച് മലബാർ ടെക് എന്ന കമ്പനിയാണ് അത് ആദ്യഘട്ടത്തിൽ ഏറ്റെടുത്തത്. അവർ എഗ്രിമെൻ്റ് വെച്ചു. പ്രവർത്തന ഉദ്ഘാടനം 2021 തന്നെ നടന്നതാണ്. ബഹുമാനപ്പെട്ട മുഹമ്മദ് റിയാസ് മിനിസ്റ്റർ വന്ന് ഉദ്ഘാടനം ചെയ്തതാണ്. ടിപ്പു സുൽത്താൻ റോഡ്, ഈ 2 റോഡും പിന്നീട് ഞങ്ങൾ റോഡും പാലവും ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞ് അവർ ലെറ്റർ കിഫ്ബിയിൽ കൊടുക്കണ്ടായി. പിന്നീട് നമ്മളുടെ കൃത്യമായിട്ട് ഇടപെടലിൻ്റെ ഭാഗമായിട്ട് ടിപ്പു സുൽത്താൻ റോഡ് മാത്രം ഞങ്ങൾ ചെയ്യാം എന്ന് പറഞ്ഞ് അത് യുദ്ധകാലാടിസ്ഥാനത്തിൽ ചെയ്തു പോകുന്നു. പക്ഷേ നമ്മുടെ എഴുത്തോംപാറ പാലം വലിയൊരു പ്രശ്നമായിട്ട് വീണ്ടും നിന്നു. തുടർന്ന് അതിൻ്റെ പ്രവർത്തനങ്ങൾ ഒരാൾ ഒഴിവായി കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാവുന്നതാണ്. അയാളെ റിലീവ് ചെയ്യണം. റിസ്ക് ആൻഡ് കോസ്റ്റ് അയാൾ ഒഴിവാക്കിയിട്ട് വേണം പുതിയ ടെൻഡറിലേക്ക് പോകാനായിട്ട്. അതിനുശേഷം ഈ സർവേ ടീമും ടെക്നിക്കൽ ടീമും അവിടെ സ്ഥലത്തോട് പരിശോധിച്ചിട്ട് നമ്മുടെ എഴുത്തോംപാറ പാലം അറ്റ് പ്രസൻറ്റ് 19 കോടി രൂപയാക്കി അത് വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. അതിനുശേഷം കിഫ്ബിയിൽ ഈ എഴുത്തോംപാറ പാലവും പറയുടെ ഓടനൂർ പാലവും കൂടി ഒരു പ്രോജക്റ്റായിട്ടാണ് ക്ലബ് ചെയ്തിരുന്നത്. ജനകീയ കൂട്ടായ്മയുടെ ചരിത്രം പേറുന്ന ഭാരതപ്പുഴയിലെ വാണിയംകുളം ത്രാങ്ങാലി ഭാഗത്തെ അടിയണ സംരക്ഷിക്കണമെന്ന ആവശ്യം
നവകേരള സദസ്സിൽ നൽകിയ നിവേദനത്തിൽ പ്രതീക്ഷ. പദ്ധതിയുടെ റഫ് എസ്റ്റിമേറ്റ് എടുക്കാമെന്ന് ഇറിഗേഷൻ വകുപ്പിന്റെ മറുപടി ലഭിച്ചതായി വാർഡ് മെമ്പർ അറിയിച്ചു. വാർഡ് മെമ്പർ ഡി ശങ്കരനാരായണന്റെ നേതൃത്വത്തിലാണ് നാട്ടുകാരുടെ കൂടി താൽപര്യാർത്ഥം അടിയണ സംരക്ഷിക്കണമെന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് നവകേരള സദസ്സിൽ നിവേദനം നൽകിയത്. ഇതിന് മറുപടിയാണ് റഫ് എസ്റ്റിമേറ്റ് എടുക്കാമെന്ന് ഷൊർണൂരിലെ ഇറിഗേഷൻ വകുപ്പ് അറിയിച്ചത്. ഇതോടെ അടിയണ സംരക്ഷിക്കണം എന്ന ആവശ്യത്തിന് പ്രതീക്ഷ കൂടി. 1996 ജനകീയ ആസൂത്രണം നിലവിൽ വന്ന ശേഷം ആദ്യമായി പൂർത്തീകരിക്കപ്പെട്ട പദ്ധതിയാണ് ത്രാങ്ങാലിയിലെ അടിയണ. ഗ്രാമവാസികൾക്കിടയിൽ നിന്നും ഉയർന്നുവന്ന ആശയമാണ് തൃശൂർ ജില്ലയിലെ പാഞ്ഞാൾ പഞ്ചായത്തിനെയും പാലക്കാട് ജില്ലയിലെ ഗ്രാമവാസികൾക്കിടയിൽ നിന്നും ഉയർന്നുവന്ന ആശയമാണ് തൃശൂർ ജില്ലയിലെ പാഞ്ഞാൾ പഞ്ചായത്തിനെയും പാലക്കാട് ജില്ലയിലെ വാണിയംകുളം ഗ്രാമപഞ്ചായത്തിനെയും ബന്ധിപ്പിക്കുന്ന താൽക്കാലിക അടിയണയായി മാറിയത്. പിന്നീട് സ്ഥിരം സംവിധാനം വേണമെന്ന ആവശ്യം ഉയർന്നതോടെയാണ് ത്രിതല പഞ്ചായത്ത് ഫണ്ടുകൾക്കൊപ്പം MP ഫണ്ട് കൂടി കൂട്ടിച്ചേർത്ത് ത്രാങ്ങാലിയിൽ സ്ഥിരം അടിയണ നിർമ്മിച്ചു. കല്ല്, മണൽ, സിമന്റ് എന്നിവയെ ബൻഡോ മിശ്രിതം ഉപയോഗിച്ച് റിവർ ബെഡിൽ ഉറപ്പിക്കുന്ന രീതിയിലായിരുന്നു അടിയണയുടെ നിർമ്മാണം. 2000 ജൂൺ 4 അന്നത്തെ തദ്ദേശ ഭരണ വകുപ്പ് മന്ത്രി പാലോളി മുഹമ്മദ് കുട്ടിയാണ് അടിയണ നാടിന് സമർപ്പിച്ചത്. നിരവധി കർഷകർക്ക് അടിയണ ഗുണമായി. പ്രളയവും കാലപ്പഴക്കവും അടിയണയുടെ തകർച്ചയുടെ കാരണക്കാരായി. ശോചനീയാവസ്ഥയിലുള്ള അടിയണ സംരക്ഷിച്ചാൽ കർഷകർക്ക് ഏറെ ആശ്വാസമാകും. ഇറിഗേഷൻ വകുപ്പിന്റെ മറുപടിയും വലിയൊരു പ്രതീക്ഷയാണ് നൽകുന്നത്. മാതാപിതാക്കളുടെ ഓർമ്മയ്ക്കായി 40 സെന്റ് സ്ഥലം ദയ ചാരിറ്റബിൾ സൊസൈറ്റിക്ക് സൗജന്യമായി നൽകി ദമ്പതികൾ. മണ്ണാർക്കാട് വിയക്കുറിശ്ശിയിലാണ് സ്ഥലം നൽകിയത്. ഇവിടെ ദയാഗ്രാമം ഒരുക്കുമെന്ന് ട്രസ്റ്റ് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. നിർധന രോഗികൾക്ക് ദയാഭവനങ്ങളും മരുന്ന് നൽകൽ പദ്ധതിയും ഉൾപ്പെടെ നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്ന പെരിങ്ങോട്ടുകുറിശ്ശി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ദയ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ദയാഭവന പദ്ധതിയിലേക്കാണ് 40 സെന്റ് സ്ഥലം നൽകിയത്. മണ്ണാർക്കാട് വിയക്കുറിശ്ശി സ്വദേശികളായ കേശവൻ നായരും ഭാര്യ മല്ലികയുമാണ് തങ്ങളുടെ മാതാപിതാക്കളായ കിഴക്കേക്കര മാധവി അമ്മയുടെയും പുത്തൻ വീട്ടിൽ ചാമി നായരുടെയും സ്മരണയ്ക്കായാണ് ട്രസ്റ്റിനായി സ്ഥലം നൽകിയതെന്ന് ദയ ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ EB രമേശ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. അതിൽ ഏറ്റവും അർഹരായ ആളുകളെ കണ്ടെത്തിക്കൊണ്ട് അവിടെ വീട് വെച്ച് കൊടുക്കുന്ന കാര്യം ദയ ചാരിറ്റബിൾ ട്രസ്റ്റ് ഏറ്റെടുക്കാമെന്ന് പറയുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ വിയക്കുറിശ്ശിയിൽ സെന്റിന് 1 ലക്ഷം രൂപ വിലയുള്ള 40 സെന്റ് സ്ഥലം ദയ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ പേരിൽ വാങ്ങി അതിൻ്റെ രജിസ്ട്രേഷൻ അടക്കമുള്ള മുഴുവൻ തുകയും കേശവേട്ടനും മല്ലിക ചേച്ചിയും വഹിച്ചുകൊണ്ട് ഞങ്ങൾക്ക് കൈമാറിയിരിക്കുകയാണ്. അവിടെ അടുത്ത ആഴ്ച ഞങ്ങൾ ആദ്യത്തെ വീടിന് തറക്കല്ലിടാൻ പോവുകയാണ്. മണ്ണാർക്കാട് അരയക്കോട് സ്വദേശിയായിട്ടുള്ള വൃക്ക മാറ്റി വെച്ച മണികണ്ഠന് ആണ് ആദ്യത്തെ വീട് അവിടെ നിർമ്മിച്ച് നൽകാൻ പോകുന്നത്. ബാക്കിയുള്ള വീടില്ലാത്തവർക്ക് വീട് നിർമ്മിച്ചു കൊടുക്കല്ല ദയയുടെ ഉദ്ദേശം. ഏറ്റവും അർഹതപ്പെട്ട രോഗികളായിട്ടുള്ള എന്നിട്ടും എന്തെങ്കിലുമൊക്കെ നൂലാമാലകളുടെ പേരിൽ അവർക്ക് പ്രയോറിറ്റി കിട്ടാതെ പോകുന്ന ആളുകൾക്ക് വീട് വെച്ചു കൊടുക്കലാണ് ഉദ്ദേശിക്കുന്നത്. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി തികച്ചും അർഹരായവർക്ക് 19 ദയാഭവനങ്ങൾ ദയ നിർമ്മിച്ചു നൽകി. 20ാമത്തെ ദയാഭവനം പൂർത്തീകരണ ഘട്ടത്തിലാണ്. 16 കോടിയോളം രൂപയുടെ കാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ള ഈ സംഘടന പാവപ്പെട്ടവർക്കും അവയവമാറ്റ ശസ്ത്രക്രിയ ചെയ്ത രോഗികൾക്കും ഉൾപ്പെടെ അനേകം സഹായങ്ങൾ നൽകുന്നുമുണ്ട്. വിയക്കുറിശ്ശി ദയാഗ്രാമത്തിലൂടെ ആദ്യ ഭവനം ദയ അവയവ സ്വീകർത്താക്കൾക്ക് മരുന്ന് നൽകൽ പദ്ധതിയിലെ ഗുണഭോക്താവ് മണികണ്ഠൻ മണ്ണാർക്കാടിനെ നിർമ്മിച്ചു നൽകും. 10 പേർക്കെങ്കിലും അവിടെ വീട് വെച്ച് കൊടുക്കാൻ സാധിക്കും. ആ 10 പേർക്കും മണ്ണാർക്കാട് വലിയ കാര്യം തന്നെയാണ്. നമ്മുടെ നാട്ടിലെ പ്രയാസം അനുഭവിക്കുന്ന 10 ആളുകൾക്ക് ഈ രൂപത്തിൽ ദയ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ മേൽനോട്ടത്തിൽ വീട് നിർമ്മിച്ചു നൽകുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഞങ്ങളോട് സഹകരിച്ച ഈ ദയയുടെ ഈ നല്ല പ്രവർത്തനങ്ങൾക്ക് പിന്തുണ നൽകുന്ന ഇത്തരത്തിലുള്ള നല്ല മനുഷ്യരെ തീർച്ചയായിട്ടും സമൂഹം കാണണം. ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ, ഈ മാതൃകാ പ്രവർത്തനങ്ങൾ നമുക്ക് കഴിയാവുന്ന രൂപത്തിൽ ഏറ്റെടുക്കാൻ നമുക്കൊക്കെ ആകണം. അപ്പോൾ തീർച്ചയായിട്ടും ഈ സന്ദേശം നമുക്ക് നൽകുന്നത്, നമ്മുടെ സമൂഹത്തിന് നൽകുന്നത് ദയ ചാരിറ്റബിൾ ട്രസ്റ്റ് നടത്തുന്ന നല്ല പ്രവർത്തനം. ആ ഉദാത്തമായ പ്രവർത്തനങ്ങൾക്ക് ഇത്തരത്തിലുള്ള മനുഷ്യസ്നേഹികൾക്ക് നൽകുന്ന നല്ല പിന്തുണ, വർത്തമാനകാല സാഹചര്യങ്ങൾ ഇതിന് രണ്ടിനും ഏറെ പ്രസക്തിയുണ്ട്. തീർച്ചയായിട്ടും ഞങ്ങൾ പൊതുസമൂഹത്തോട് പറയാൻ ആഗ്രഹിക്കുന്നതാണ്. അർഹരെ കണ്ടെത്തി ദയ വീട് നിർമ്മിച്ചു നൽകിയാൽ 10ഓളം കുടുംബങ്ങൾക്ക് പ്രയോജനമാവുമെന്ന് കരുതിയാണ് ഭൂമി നൽകുന്നതെന്ന് ദമ്പതികൾ പറഞ്ഞു. ഉദ്ദേശിച്ചത് 10 പേര് അറിയാനോ 10 പേർക്ക് ഇതിലില്ല. പക്ഷെ നമ്മളെ ചെയ്യുന്ന കണ്ട് മറ്റുള്ളവർ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ള ഒരു ഇതുകൂടെ വിളിച്ചു പോകുന്നതെന്ന് മാത്രമേ ഉള്ളൂ. ഇത് ആർക്കും അറിയിക്കാൻ വേണ്ടിയോ മറ്റതിലല്ല. ഇത് കണ്ട് മറ്റുള്ളവർ ഇതിൽ ഇറങ്ങി തിരിക്കുകയാണെങ്കിൽ അതിൽ സന്തോഷകരമാണ്.
അല്ല അച്ഛൻ്റെയും അമ്മയുടെയും പേരിൽ ഞാൻ ചെയ്യാനുള്ള കാരണം അച്ഛനും അമ്മയും നമ്മളെ നോക്കിയാൽ അവര് തിരിച്ചു അത് പറയും എല്ലാവരും അറിയും. അവരുടെ പേരിനെക്കാട്ടും കൂടുതലായിട്ട് അവരറിയുന്നത്. അപ്പോൾ ആ അച്ഛൻ്റെ അമ്മയുടെയും പേര് അവിടെ ആക്ച്വലി തറവാട് വിറ്റിട്ട് ഞങ്ങൾ പോയി 1995. അപ്പം അത് നിലനിർത്തണം എന്നുള്ളത് ഒരാഗ്രഹം. അപ്പോൾ സാഹചര്യങ്ങൾ ഒത്തു വന്നപ്പോൾ അതിനുവേണ്ടി പ്രയത്നിച്ചു. ഇവരും കൂടെ നിന്നു. സന്തോഷം. ദയ ചാരിറ്റബിൾ ട്രസ്റ്റ് ട്രഷറർ ജി ശങ്കർ കോങ്ങാട്, ദയാ അംഗം എം പുരുഷോത്തമൻ, കേശവദാസ് നായർ, പി രാജലക്ഷ്മി, മല്ലിക കേശവദാസ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. കളിയരങ്ങുമായി വെള്ളിനടി നാണുനായർ സ്മാരക കലാകേന്ദ്രത്തിൽ താടിയരങ്ങ് ഡിസംബർ 24 നടക്കും. കലാകേന്ദ്രത്തിന്റെ വാർഷികാഘോഷമായ താടിയരങ്ങിൽ കലാപരിപാടികൾക്കൊപ്പം സാമൂഹ്യ പ്രതിബദ്ധതയുള്ള പരിപാടികളും ഒരുക്കിയതായി ഭാരവാഹികൾ ചെറുപ്പുളശ്ശേരിയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വെള്ളിനേഴി നാണുനായർ സ്മാരക കലാകേന്ദ്രത്തിന്റെ വാർഷികാഘോഷമാണ് താടിയരങ്ങായി സംഘടിപ്പിച്ചു വരുന്നത്. ഇത്തവണ 22ാം വാർഷികമാണ് ഡിസംബർ 24-ന് രൗദ്രശ്രീ ഓഡിറ്റോറിയത്തിൽ വിവിധ പരിപാടികളോടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. കലാകേന്ദ്രം രൗദ്രശ്രീ ഓഡിറ്റോറിയത്തിൽ ഉച്ചയ്ക്ക് 2 മണിക്ക് സുവനീർ പ്രകാശനം, ഞാൻ കണ്ട കഥകളി എന്ന പേരിൽ ആസ്വാദക സദസ്സ് എന്നിവയോടെ പരിപാടികൾ തുടങ്ങും. സാഹിത്യകാരൻ KC നാരായണൻ സുവനീർ പ്രകാശനം നിർവഹിക്കും. തുടർന്ന് 6 മണിക്ക് തിരുവാതിരക്കളി, കേളി, 7 മണിക്ക് അനുസ്മരണത്തോടെ സാംസ്കാരിക സമ്മേളനം എന്നിവ നടക്കും. കാലടി സംസ്കൃത സർവകലാശാല വൈസ് ചാൻസലർ പ്രൊഫസർ ഡോക്ടർ MV നാരായണൻ സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. ദയാ ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ EB രമേശ് മുഖ്യാതിഥിയാവും. പ്രൊഫസർ G ദിലീപൻ അനുസ്മരണ പ്രഭാഷണം നടത്തും. ജനപ്രതിനിധികളും സാംസ്കാരിക പ്രവർത്തകരും പങ്കെടുക്കും. തുടർന്ന് കലാകേന്ദ്രം വിദ്യാർത്ഥികളുടെ തോടയം, ചോന്നോടി പുറപ്പാട് എന്നിവയ്ക്ക് ശേഷം പുലരും വരെ പ്രഗത്ഭ കലാകാരന്മാർ അണിനിരക്കുന്ന കഥകളിയും അരങ്ങേറുമെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ പറഞ്ഞു. ഈ താടിയരങ്ങിൻ്റെ കളിയച്ഛൻ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ആദരണീയനായ മൺമറഞ്ഞുപോയ കലാകാരൻ നെല്ലിയോടിൻ്റെ അനുസ്മരണം നാട്യശാസ്ത്രയുടെ ഡയറക്ടർ പ്രൊഫസർ G ദിലീപ് നിർവഹിക്കും. ഈ സാംസ്കാരിക സമ്മേളനത്തിൽ ജനപ്രതിനിധികൾ അതുപോലെ തന്നെ മറ്റ് പ്രമുഖ വ്യക്തിത്വങ്ങൾ പങ്കെടുക്കും. 8:30 തോടയം, അതുപോലെ തന്നെ 5 കഥകളാണ് ഈ താടിയരങ്ങിൽ അവതരിപ്പിക്കുന്നത്. 1 രാവണോത്ഭവം, 2 നളചരിതം 2ാം ദിവസം, 3 ബാലിവധം, 4 ഭഗവതം, 5 ദക്ഷായാഗം. പ്രഗത്ഭരായ കലാകാരന്മാർ പങ്കെടുക്കുന്ന താടിയരങ്ങ് പുലരും വരെ രൗദ്രശ്രീ ഓഡിറ്റോറിയത്തിൽ നടക്കും. പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ P സ്വാമിനാഥൻ, കലാകേന്ദ്രം പ്രസിഡന്റ് വെള്ളിനേഴി അച്യുതൻകുട്ടി, സെക്രട്ടറി C ഉണ്ണികൃഷ്ണൻ, ഗജാൻജി, ഡോക്ടർ V ഗോപാലകൃഷ്ണൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പരിപാടികളെപ്പറ്റി വിശദീകരിച്ചു. ഇടവേള. വാർത്തകൾ തുടരുന്നു. KNM പാലക്കാട് ജില്ലാ മദ്രസ സർഗമേള എടത്തനാട്ടുകര തടിയമ്പറമ്പ് ഷറഫുൽ മുസ്ലിമീൻ അറബി കോളേജിൽ ശനിയാഴ്ച നടക്കും. 58 ഇനങ്ങളിലായി 7 വേദികളിലാണ് മത്സരങ്ങൾ നടക്കുക. സ്റ്റേജ്, ഓഫ് സ്റ്റേജ് ഇനങ്ങളിലായി 400ഓളം പ്രതിഭകൾ പങ്കെടുക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. KNM സംസ്ഥാന വിദ്യാഭ്യാസ ബോർഡിന് കീഴിലുള്ള ഒറ്റപ്പാലം, പട്ടാമ്പി, എടത്തനാട്ടുകര നോർത്ത്, മണ്ണാർക്കാട്, പാലക്കാട്, എടത്തനാട്ടുകര സൗത്ത് എന്നീ മണ്ഡലങ്ങളിലെ വിവിധ മദ്രസകളിൽ നിന്നായി സബ് ജൂനിയർ, ജൂനിയർ, സീനിയർ ആൺ, സീനിയർ പെൺ കാറ്റഗറികളിൽ 58 ഇനങ്ങളിലായി 7 വേദികളിലാണ് മത്സരങ്ങൾ നടക്കുക. സ്റ്റേജ്, ഓഫ് സ്റ്റേജ് ഇനങ്ങളിലായി 400ഓളം പ്രതിഭകൾ പങ്കെടുക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. 8:30 മുതൽ വൈകിട്ട് 5 മണിയോടെ സമാപിക്കുന്ന രീതിയിൽ 7 വേദികളിലായി 6 മണ്ഡലങ്ങളിൽ നിന്നുള്ള 400ഓളം പ്രതിഭകൾ മാറ്റുരക്കുന്ന വിപുലമായ പരിപാടിയാണ് സംവിധാനിച്ചിട്ടുള്ളത്. അതിൽ അധ്യാപകരും ജനപ്രതിനിധികളും വിദ്യാർത്ഥികൾക്ക് പുറമെ അവരുടെ രക്ഷിതാക്കളും നാട്ടുകാരും പങ്കെടുക്കുന്ന മറ്റു ത്രിതല പഞ്ചായത്ത് പ്രതിനിധികൾ ഉൾപ്പെടെയുള്ള
KNM-ൻ്റെയും KJU-ൻ്റെയും ISM-ൻ്റെയും MSM-ൻ്റെയും MGM-ൻ്റെയും ഒക്കെ പ്രതിനിധികൾ നേതൃത്വം ഉൾപ്പെടെ പങ്കെടുക്കുന്ന വിപുലമായ പരിപാടിയാണ്. KNM സംസ്ഥാന വൈസ് പ്രസിഡന്റ് PP ഉണ്ണിയൻകുട്ടി മൗലവി മേള ഉദ്ഘാടനം ചെയ്യും. N ഷംസുദ്ദീൻ MLA മുഖ്യാതിഥിയാകും. അരനല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സജന സത്താർ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ പങ്കെടുക്കും. സമാപന സമ്മേളനം KNM പാലക്കാട് ജില്ലാ പ്രസിഡന്റ് NAM ഇസാഖ് മൗലവി ഉദ്ഘാടനം ചെയ്യുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. KNM സംസ്ഥാന വൈസ് പ്രസിഡന്റ് PP ഉണ്ണിയൻകുട്ടി മൗലവിയാണ്. മുഖ്യാതിഥിയായി മണ്ണാർക്കാട് MLA അഡ്വക്കേറ്റ് N ഷംസുദ്ദീൻ സാഹിബ് പങ്കെടുക്കുന്നു. അവാർഡ് ദാനം നിർവഹിക്കുന്നത് അരനല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PP സജന സത്താറാണ്. ഏവരെയും ഈ പരിപാടിയിലേക്ക് സഹൃദയം സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ജില്ലാ മത്സരത്തിന് ശേഷം ജനുവരി 14-ന് സംസ്ഥാനതല മത്സരം നടക്കും. കോംപ്ലക്സ് തല മത്സരങ്ങളിലെ വിജയികൾ മാറ്റുരക്കുന്ന ജില്ലാ മത്സരത്തിന് ശേഷം ജനുവരി 14-ന് 2024 ജനുവരി 14-ന് പാവട്ടപ്പുറം അസ്സബാഹ ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ വെച്ച് ഇതിൻ്റെ സംസ്ഥാനതല മത്സരവും സംഘടിപ്പിച്ചിട്ടുണ്ട്. സർഗമേള കൺവീനർ PP സുബൈർ, വർക്കിംഗ് ചെയർമാൻ ഉസ്മാൻ മിസ്കാത്തി, പ്രോഗ്രാം ചെയർമാൻ M മുഹമ്മദ് അലി മിസ്കാത്തി, കൺവീനർ P അബ്ദുറൌഫ് സലാഹി, KNM എടത്തനാട്ടുകര നോർത്ത് മണ്ഡലം മദ്രസ കോംപ്ലക്സ് പ്രസിഡന്റ് അമീർ സലാഹി, സെക്രട്ടറി ഷജാസ് സൊലാഹി, KNM എടത്തനാട്ടുകര സൗത്ത് മണ്ഡലം മദ്രസ കോംപ്ലക്സ് പ്രസിഡന്റ് ഇസാഖ് സൊലാഹി, സെക്രട്ടറി ഫസീഖ് റഹ്മാൻ, അക്ബർ സുലാഹി, VC ഷൗക്കത്ത് അലി എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ദാറുൽ ഫുർഖാൻ ഹിഫ്ള് കോളേജിൽ നിന്നും ഒരു അധ്യയന വർഷത്തിൽ ആദ്യമായി ഹിഫ്ള് പൂർത്തിയാക്കിയ 3 വിദ്യാർത്ഥികൾക്ക് ഷാഹി നൊബിലിറ്റി ട്രസ്റ്റ് നൽകുന്ന ഉംറ കർമ്മത്തിനുള്ള അവസരം ഒരുക്കിയിട്ടുണ്ട്. ഇവർക്കുള്ള യാത്രയപ്പ് സമ്മേളനം MP VK ശ്രീകണ്ഠൻ ശനിയാഴ്ച ഉദ്ഘാടനം ചെയ്യും. ഇപ്രാവശ്യം 2 ബാച്ചിലെ 5 വിദ്യാർത്ഥികൾക്കാണ് ഈ അവസരം ലഭ്യമായിട്ടുള്ളത്. 2023 ഡിസംബർ 24-ന് രാത്രി 5 പേർ ഉംറ തീർത്ഥാടനത്തിന് വേണ്ടി പുറപ്പെടുകയാണ്. അതിൻ്റെ യാത്രയപ്പ് സമ്മേളനം ബഹുമാന്യനായ പാലക്കാട് MP VK ശ്രീകണ്ഠൻ ഉദ്ഘാടന കർമ്മം നിർവഹിക്കും. പണ്ഡിതനും വാഗ്മിയുമായ മുഹമ്മദ് അലി മിഷ്കാത്തി യാത്രയപ്പ് സമ്മേളനത്തിൽ മുഖ്യപ്രഭാഷണം നടത്തും. ഓടിയും ചാടിയും മൈതാനത്ത് ആവേശമായി ബഡ്സ് സ്കൂൾ വിദ്യാർത്ഥികൾ. മലപ്പുറം ജില്ലാ ബഡ്സ് സ്കൂൾ ജില്ലാ കായികമേള കുടുംബശ്രീയും ജില്ലാ സ്പോർട്സ് കൗൺസിലുമാണ് സംഘടിപ്പിച്ചത്. കൂട്ടിലങ്ങാടി MSP മൈതാനത്ത് ജില്ലയിലെ ബഡ്സ് വിദ്യാർത്ഥികൾ ആവേശത്തോടെ കായികമേളയിൽ പങ്കെടുത്തു. ബഡ്സ് BRC സ്കൂളുകളിലെ വിദ്യാർത്ഥികൾക്കായി സ്പ്രിന്റ് 2K23 എന്ന പേരിൽ സംഘടിപ്പിച്ച ജില്ലാ കായികമേള ജില്ലാ കളക്ടർ VR വിനോദ് ഉദ്ഘാടനം ചെയ്തു. അപ്പോൾ ഈ മത്സരത്തിൽ പങ്കെടുക്കുക എന്നുള്ളത്, സ്പോർട്സിൽ പങ്കെടുക്കുക എന്നുള്ളത് വളരെ സന്തോഷം തരുന്നൊരു കാര്യമാണ്. അപ്പോൾ അതോടൊപ്പം തന്നെ നമ്മുടെ കഴിവുകൾ കണ്ടെത്തി ഏത് മേഖലയിലാണ് നമുക്ക് കഴിവെന്ന് അതിൽ പങ്കെടുത്താലേ മനസ്സിലാക്കാൻ പറ്റും. കണ്ടോ, എന്ത് നല്ല സ്പീഡിലാണ് ആൾക്കാർ ഓടുന്നത്, എല്ലാവരും ഓടുന്നു. അപ്പൊ ഇത് മത്സരത്തിൽ പങ്കെടുക്കുന്നതിനാണല്ലോ വലിയ കാര്യം. 1ാം സ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ മത്സരത്തിൽ പങ്കെടുക്കുന്നതെന്നുള്ളത് വളരെ സന്തോഷം തരുന്ന കാര്യമാണ്. ഇവിടെ വന്ന് ഇപ്പൊ കുറച്ച് വെയിൽ കൂടിപ്പോയെന്ന് തോന്നുന്നു, എങ്കിലും അതിലെല്ലാവരും വളരെ ആവശ്യത്തോടെയാണ് പങ്കെടുക്കുന്നത്. അപ്പൊ നമുക്ക് പറ്റുന്ന എല്ലാ മേഖലകളിലും പങ്കെടുക്കണം. ചിലർക്ക് വീൽ ചെയറിന്റെ സഹായത്തോടു കൂടി മാത്രമേ സഞ്ചരിക്കാനൊക്കെ പറ്റുള്ളൂ, എങ്കിലും അവർക്കും മത്സരങ്ങളിൽ പങ്കെടുക്കണം. അപ്പൊ അവർക്ക് സഹായകരമാവുന്ന രീതിയിൽ എല്ലാ സ്ഥലത്തും സൗകര്യങ്ങൾ ഏർപ്പെടുത്തുക എന്നുള്ളതാണ് ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നത്. കുടുംബശ്രീ ജില്ലാ കോർഡിനേറ്റർ ജാഫർ K കക്കൂത്ത് അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് VP അനിൽ മുഖ്യാതിഥിയായിരുന്നു. ചടങ്ങിൽ മലപ്പുറം നഗരസഭാധ്യക്ഷൻ മുജീബ് കാടേരി, പ്രതിപക്ഷ നേതാവ് O സഹദേവൻ, കൗൺസിലർ റംസീന, സ്പോർട്സ് കൗൺസിൽ സെക്രട്ടറി VR അർജുൻ, ജില്ലാ സ്പോർട്സ് ഓഫീസർ T മുരുകൻ രാജ്, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ഹാരിസ്, കുടുംബശ്രീ ജില്ലാ പ്രോഗ്രാം മാനേജർ KS ഹസ്കർ തുടങ്ങിയവർ സംസാരിച്ചു. കുടുംബശ്രീയും സ്പോർട്സ് കൗൺസിലും സംയുക്തമായാണ് മേള സംഘടിപ്പിച്ചത്. ജില്ലയിലെ 64 സ്കൂളുകളിൽ നിന്നായി സബ് ജൂനിയർ, ജൂനിയർ, സീനിയർ വിഭാഗങ്ങളിൽ 500ഓളം വിദ്യാർത്ഥികൾ വിവിധ മത്സരങ്ങളിൽ പങ്കെടുത്തു. 50, 100 മീറ്റർ ഓട്ട മത്സരം, ഷോട്ട് പുട്ട്, സ്റ്റഡി ജംപ്, സോഫ്റ്റ് ബോൾ ത്രോ, ലോങ് ജംപ്, റിലേ തുടങ്ങിയ മത്സര ഇനങ്ങളാണ് നടത്തിയത്. വിവിധ ബഡ്സ് BRCകളിലായി 2400 വിദ്യാർത്ഥികളാണ് ജില്ലയിലുള്ളത്. പോലീസിന് മുന്നിൽ മുട്ടുമടക്കി സ്കൂൾ അധ്യാപകർ. തൂവൂർ ജനകീയ അഖിലേന്ത്യാ ഫുട്ബോൾ സ്റ്റേഡിയത്തിലാണ് കരിവാരക്കുണ്ട് പോലീസ് ടീമും തൂവൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപക ടീമും തമ്മിൽ സൗഹൃദ മത്സരം അരങ്ങേറിയത്.
ആവേശകരമായ മത്സരത്തിനൊടുവിൽ പോലീസ് ടീം 2-നെതിരെ 3 ഗോളിന് അധ്യാപക ടീമിനെ പരാജയപ്പെടുത്തി. തുവ്വൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി 50 വ്യത്യസ്ത പരിപാടികളാണ് നടന്നുവരുന്നത്. ഇതിൻ്റെ ഭാഗമായി ലഹരിക്കെതിരെ പൊതുജനത്തിന് ബോധവൽക്കരണം നൽകുക എന്ന ലക്ഷ്യത്തോടെ കളിയാണ് ലഹരി എന്ന സന്ദേശവുമായി സ്കൂളിലെ SPC യൂണിറ്റ്, JRC വിമുക്തി എന്നിവ മുൻകൈയെടുത്താണ് സൗഹൃദ ഫുട്ബോൾ മത്സരം സംഘടിപ്പിച്ചത്. ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന തുവ്വൂർ ജനകീയ അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോൾ മത്സരത്തിന് തൊട്ടുമുൻപാണ് ഏറെ ആവേശം നിറഞ്ഞ സൗഹൃദ മത്സരം അരങ്ങേറിയത്. സ്കൂളിലെ അധ്യാപകരുടെ ടീമും കരുവാരക്കുണ്ട് പോലീസ് ടീമും തമ്മിലായിരുന്നു മത്സരം. ഒരു കാലത്ത് മൈതാനങ്ങളിൽ നിറഞ്ഞുനിന്ന ഗോൾ കീപ്പറും സ്കൂളിലെ പ്രധാനാധ്യാപകനുമായ KV ഷൗക്കത്ത് അലി അധ്യാപക ടീമിനെ നയിച്ചപ്പോൾ CPO P ഫാസിൽ പോലീസ് ടീമിൻ്റെ നായകനായി. പോലീസിൻ്റെ കായിക കരുത്തിനു മുൻപിൽ ആദ്യം അധ്യാപക ടീം 3 ഗോൾ വഴങ്ങിയെങ്കിലും മികച്ച ഗ്രൗണ്ട് സപ്പോർട്ടിൻ്റെ പിൻബലത്തിൽ പിന്നീട് തിരിച്ചടിക്കുന്ന കാഴ്ചയാണ് കാണാനായത്. അവസാന നിമിഷങ്ങളിൽ കരുത്താർജിച്ച അധ്യാപക പട 2 ഗോൾ മടക്കി. മത്സരം 2-നെതിരെ 3 ഗോളുകൾക്ക് പരാജയപ്പെട്ടെങ്കിലും മികച്ച പോരാട്ടം കാഴ്ചവെക്കാൻ അധ്യാപകർക്കായി. മത്സരത്തിൻ്റെ ഉദ്ഘാടനം നേരത്തെ തുവ്വൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PT ജ്യോതി നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് TA ജലീൽ, അംഗം സാലിം ബാപ്പുട്ടി, പോലീസ് സ്റ്റേഷൻ ഹൗസ് ഓഫീസർ SK പ്രിയൻ, CPO മനുപ്രസാദ്, സ്കൂൾ സീനിയർ അസിസ്റ്റന്റ് K കോയ, കരിമ്പിൽ ഫിറോസ് ഖാൻ, കല്ലത്ത് ബാപ്പുട്ടി, കൊപ്പത്ത് ഷെരീഫ്, കമ്മ്യൂണിറ്റി പോലീസ് ഓഫീസർമാരായ KA ഷെയ്ഖ് മുഹമ്മദ്, R സിന്ധു തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തുവ്വൂർ. തുവ്വൂർ മമ്പുഴ അലി ഹസൻ മുസ്ലിയാരുടെ ആണ്ടുനേർച്ചയ്ക്ക് തുടക്കമായി. വ്യാഴാഴ്ച രാത്രി നടന്ന ചടങ്ങിൽ പാണക്കാട് ഹമീദ് അലി ശിഹാബ് തങ്ങൾ നേർച്ച ഉദ്ഘാടനം ചെയ്തു. 7 ദിവസങ്ങളായി നടക്കുന്ന നേർച്ച ബുധനാഴ്ച അന്നദാനത്തോടെ സമാപിക്കും. 7 ദിവസങ്ങളിലായാണ് മാമ്പുഴ അലി ഹസൻ മുസ്ലിയാരുടെ ആണ്ടുനേർച്ച നടക്കുന്നത്. ചടങ്ങുകൾക്ക് വ്യാഴാഴ്ച തുടക്കമായി. ഉദ്ഘാടന സമ്മേളനത്തിൽ പ്രൊഫസർ K ആലിക്കുട്ടി മുസ്ലിയാർ അധ്യക്ഷത വഹിച്ചു. സാലിം ഫൈസി കൊളത്തൂർ മുഖ്യപ്രഭാഷണം നടത്തി. P സൈദാലി മുസ്ലിയാർ മാമ്പുഴ, വാക്കോട് മൊയ്തീൻകുട്ടി ഫൈസി, പുത്തനഴി മൊയ്തീൻ ഫൈസി, അഡ്വക്കേറ്റ് M ഉമ്മർ, മഹല്ല് പ്രസിഡന്റ് OKS മുത്തുക്കോയത്തങ്ങൾ, സെക്രട്ടറി OP അലി ഫൈസി, TH അബ്ദുള്ള ഫൈസി, T കമ്മുട്ടി ഹാജി, PK കുഞ്ഞു, A അബ്ദുട്ടി ഹാജി തുടങ്ങിയവർ പ്രസംഗിച്ചു. ഇത്തരത്തിൽ മഹാന്മാർക്ക് അള്ളാഹു നൽകുന്ന കറാമത്തുള്ളത് അള്ളാഹു ഇഷ്ടപ്പെട്ട രീതിയിൽ അള്ളാഹു കൽപ്പിച്ച രീതിയിൽ ജീവിതം നയിച്ചാൽ അള്ളാഹുവിനെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നതാണ്. അവരെ നിരവധി പദവികൾ നൽകി ഉയർത്തുന്നു, കറാമത്തുകൾ നൽകി അള്ളാഹുവിനെ അനുഗ്രഹിക്കുന്നു. ജീവിതകാലത്തും മരണശിക്ഷയും ഒക്കെ തന്നെ കറാമത്തുകൾ നിലനിൽക്കുന്നതെന്നതാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. അള്ളാഹുവിന് വേണ്ടി ജീവിച്ചവരെ അള്ളാഹു പല പദവികൾ നൽകി അനുഗ്രഹിക്കുന്നു. ശനിയാഴ്ച രാവിലെ 10 നടക്കുന്ന ഫഹ്മ് പണ്ഡിത സംഗമം P സൈദാലി മുസ്ലിയാർ മാമ്പുഴ ഉദ്ഘാടനം ചെയ്യും. ആസിഫ് ദാരിമി പുളിക്കൽ മുഖ്യപ്രഭാഷണം നടത്തും. വൈകിട്ട് 7:30 നടക്കുന്ന മതപ്രഭാഷണം മൊയ്തീൻ ഫൈസി പുത്തനഴി ഉദ്ഘാടനം ചെയ്യും. കാഞ്ഞാർ അഹമ്മദ് കബീർ ബാക്കവി മുഖ്യപ്രഭാഷണം നടത്തും. ഞായറാഴ്ച ഉച്ചയ്ക്ക് നടക്കുന്ന വനിതാ സംഗമം പ്രൊഫസർ KT സയീദ ഉദ്ഘാടനം ചെയ്യും. വൈകിട്ട് നടക്കുന്ന മതപ്രഭാഷണം ഹംസൽ ഖാസിമി നീലാഞ്ചേരി ഉദ്ഘാടനം ചെയ്യും. സിറാജുദ്ദീൻ ഖാസിമി പത്തനാപുരം മുഖ്യപ്രഭാഷണം നടത്തും. തിങ്കളാഴ്ച വൈകിട്ട് നടക്കുന്ന ദുആ മജ്ലിസിന് കോഴിക്കോട് ഖാസി മുഹമ്മദ് കോയത്തങ്ങൾ ജമുലുല്ലൈലി നേതൃത്വം നൽകും. ബുധനാഴ്ച രാവിലെ 9-ന് അന്നദാനം ആരംഭിക്കും. 10,000 പങ്കെടുക്കുന്ന അന്നദാനത്തോടെയാണ് നേർച്ചയ്ക്ക് സമാപനമാവുക. ന്യൂസ് ബ്യൂറോ, തുവ്വൂർ. ഒറ്റപ്പാലം സർക്കാർ ബദിര വിദ്യാലയത്തിൽ ക്രിസ്മസ് ആഘോഷം സംഘടിപ്പിച്ചു. K പ്രേംകുമാർ MLA ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. വ്യത്യസ്തമായ പരിപാടികളോടെയാണ് ഒറ്റപ്പാലം സർക്കാർ ബദിര വിദ്യാലയത്തിൽ ഈ വർഷത്തെ ക്രിസ്മസ് ആഘോഷം സംഘടിപ്പിച്ചത്. ഇന്ത്യയുടെ ഭാഗമായിട്ടുള്ള കേരളവും എല്ലാവരെയും പൊതുവിൽ സ്വീകരിക്കുന്ന ഒരു സമീപനമാണ് കൈക്കൊള്ളുന്നത്. ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ക്രിസ്മസ് ഉൾപ്പെടെയുള്ള ആഘോഷങ്ങൾ ത്യാഗത്തിൻ്റെ ഓർമ്മപ്പെടുത്തലായി, സ്നേഹത്തിൻ്റെയും പരിഗണനയുടെയും സന്തോഷത്തിൻ്റെയും ഓർമ്മപ്പെടുത്തലായി മാറുകയാണ്. സമൂഹത്തിലെ എല്ലാ വിഭാഗം ആളുകൾക്കിടയിലും നന്മയുടെ, സ്നേഹത്തിൻ്റെ, സമാധാനത്തിൻ്റെ, ഐശ്വര്യത്തിൻ്റെ, സന്തോഷത്തിൻ്റെ കിരണങ്ങൾ എത്തിക്കുന്നതിനുള്ള
ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായി ആഘോഷങ്ങളെ നമുക്ക് കാണാനാകും. നഗരസഭാ ചെയർപേഴ്സൺ കെ ജാനകി ദേവി അധ്യക്ഷയായി. ഷൊർണൂർ ഇമ്മാനുവൽ ചർച്ച് വികാരി റവറൻ ഫാദർ വിനു എബ്രഹാം ക്രിസ്തുമസ് സന്ദേശം നൽകി. സ്പെഷ്യൽ സ്കൂൾ പ്രവൃത്തി പരിചയമേളയിലും വിവിധ മത്സരങ്ങളിലും വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെ ചടങ്ങിൽ മൊമെന്റോ നൽകി ആദരിച്ചു. വാർഡ് കൗൺസിലർ മണികണ്ഠൻ, DO KS അനീഷ്, AEO C സത്യപാലൻ, പ്രധാനാധ്യാപിക KO ആൻസി മോൾ, SHO M സുജിത്ത്, ഒറ്റപ്പാലം താലൂക്ക് ഓഫീസർ വൃന്ദ, PTA വൈസ് പ്രസിഡന്റ് ബീന രവീന്ദ്രൻ, പ്രോഗ്രാം കൺവീനർ റെനി P തോമസ് തുടങ്ങിയവരും പരിപാടിയിൽ പങ്കെടുത്തു. വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും ആഘോഷങ്ങളുടെ ഭാഗമായി നടന്നു. 1000 സ്വപ്നങ്ങൾക്ക് ജീവൻ കൊടുക്കാം ഒരു രക്തദാനത്തിലൂടെ എന്ന സ്കൂൾ കോളേജ് ക്യാമ്പയിൻ പെരിന്തൽമണ്ണ അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ ഫിലിപ്പ് മമ്പാട് പെരിന്തൽമണ്ണ ടെക്നിക്കൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഉദ്ഘാടനം ചെയ്തു. വിദ്യാർത്ഥികളെ രക്തദാനത്തിൽ ബോധവാന്മാരാക്കുക, ലഹരിക്കെതിരെ പോരാടുക തുടങ്ങിയ കാര്യങ്ങളാണ് ഈ ക്യാമ്പയിനിലൂടെ ലക്ഷ്യമിടുന്നത്. BDK കോർഡിനേറ്റർമാരായ ജയകൃഷ്ണൻ, കൃഷ്ണദാസ്, ഗിരീഷ്, ഷബീർ, അജ്മൽ ഹുസൈൻ, മുഹമ്മദ് സലീം, മുഹമ്മദ് ഷഫീഖ്, വാസുദേവൻ എന്നിവർ നേതൃത്വം നൽകി. ഒരു ഇടവേള കൂടി. വാർത്തകൾ തുടരുന്നു. ശ്രീകൃഷ്ണപുരം പെരുമാങ്ങോട് വിഷ്ണു ക്ഷേത്രത്തിൽ നിറമാല ആഘോഷിച്ചു. ഗണപതി ഹോമം, ലക്ഷാർച്ചന, വിശേഷാൽ പൂജകൾ എന്നിവ ഉണ്ടായിരുന്നു. തന്ത്രി ഈക്കാട്ട് മനക്കൽ നാരായണ നമ്പൂതിരിപ്പാട് ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. രാവിലെ അഷ്ടപതി, വൈകിട്ട് നരകാസുരവധം, കഥകളി എന്നിവയും അരങ്ങേറി. ചെറുപ്പളശ്ശേരി BRCയുടെ നേതൃത്വത്തിൽ ശ്രീകൃഷ്ണപുരം ഓട്ടിസം സെന്ററിൽ ക്രിസ്മസ് പുതുവത്സരാഘോഷം സംഘടിപ്പിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുനിത ജോസഫ് ഉദ്ഘാടനം ചെയ്തു. BPC NP പ്രിയേഷ് അധ്യക്ഷനായി. ഭാസ്കർ പെരുമ്പിലാവിൽ, മണികണ്ഠൻ, ഡോക്ടർ ഹരിദാസ്, ഡോക്ടർ സതീഷ്, വാടങ്കം MK ദ്വാരകാനാഥൻ, എബിൻ ബേബി, T ദീപിക എന്നിവർ സംസാരിച്ചു. ശ്രീകൃഷ്ണപുരം സെന്റ് ഡൊമിനിക് സ്കൂളിലെ വിദ്യാർത്ഥികളും അധ്യാപകരും സെന്ററിലെ കുട്ടികൾക്ക് സമ്മാനങ്ങളും ഉച്ചഭക്ഷണവും നൽകി. ആരെയും വേർതിരിച്ച് നിർത്താതെ എല്ലാ ആഘോഷങ്ങളും എല്ലാവരും കൂടെ ഒന്നിച്ചു ചേർന്ന് നടത്തിയാലാണ്, ഒന്നിച്ചു ചേർന്ന് ആഘോഷിച്ചാലാണ് അതിൻ്റെതായ മികവും തനിമയും ഉണ്ടാവുകയുള്ളൂ എന്നുള്ള ബോധ്യത്തോടു കൂടെ തന്നെ നമ്മൾ ഓരോ ആഘോഷങ്ങളും നമ്മുടെ കുഞ്ഞുമക്കളെ കൂടെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവർക്ക് കൂടെ സന്തോഷവും ആനന്ദകരവുമായി തീർക്കുന്ന രീതിയിൽ ഏറ്റെടുത്ത് മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഏത് പ്രവർത്തനത്തിനാണെങ്കിലും നമുക്കറിയാം ലയൺസ് ക്ലബിൻ്റെ പ്രവർത്തകർ ഇവിടെ നമ്മോടൊപ്പം, അതെന്ത് കാര്യമാണെങ്കിലും നമ്മോടൊപ്പം നമ്മുടെ കൂട്ടായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓരോ ഈ കൂട്ടായ്മയിലൂടെ നമ്മുടെ ഈ ഓട്ടിസം സെന്ററിലെ പ്രവർത്തനങ്ങൾ തികച്ചും മികവാർന്നതാക്കിയിട്ട് തീർക്കാൻ നമുക്ക് കഴിയുന്നുണ്ട്. പ്രിയേഷ് മാഷ് സൂചിപ്പിച്ചതുപോലെ യാത്ര, കഴിഞ്ഞ വർഷവും കുട്ടികളെ ചെറിയ തോതിലൊക്കെ യാത്ര കൊണ്ടുപോയി, ഈ വർഷവും അത് പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഒരു കൂട്ടായ്മയിലൂടെ നമ്മുടെ സമൂഹത്തിലെ നമ്മുടെ കുഞ്ഞുങ്ങളെ ഒപ്പം ചേർത്ത് നിർത്തിക്കൊണ്ട്, ആ രക്ഷിതാക്കളെ ചേർത്ത് നിർത്തിക്കൊണ്ട് ഒന്നിച്ചുള്ള യാത്രയിൽ നമുക്ക് വീണ്ടും ഇനിയും കൂടുതൽ മുന്നോട്ട് പോകേണ്ടതുണ്ട്, കൂടുതൽ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കേണ്ടതുണ്ട്. ക്രിസ്മസ് ന്യൂ ഇയർ ആഘോഷങ്ങളുടെ ഭാഗമായി പെരിന്തൽമണ്ണ പെർഫെക്റ്റ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷന്റെ കീഴിലുള്ള വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ വിദ്യാർത്ഥികൾ ഫുഡ് ഫെസ്റ്റ് സംഘടിപ്പിച്ചു. മാനേജിംഗ് ഡയറക്ടർ ഉസ്മാൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. പെർഫെക്റ്റ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷന്റെ കീഴിലുള്ള പെർഫെക്റ്റ് ITI, അൽക്കമാൽ ITC, പെർഫെക്റ്റ് ITI, മലബാർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി എന്നീ സ്ഥാപനങ്ങളിലെ വിദ്യാർത്ഥികൾ ചേർന്ന് കോളേജ് ക്യാമ്പസിൽ വെച്ചാണ് ഫുഡ് ഫെസ്റ്റ് സംഘടിപ്പിച്ചത്. മാനേജിംഗ് ഡയറക്ടർ ഉസ്മാൻ ഫുഡ് ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്തു. പെർഫെക്റ്റ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ കീഴിലുള്ള പെർഫെക്റ്റ് ITI, അൽക്കാമൽ ITI, മലബാർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി, പെർഫെക്റ്റ് ടീച്ചർ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നീ സ്ഥാപന വിദ്യാർത്ഥികൾ ഇന്ന് നമ്മുടെ കോളേജിൽ ഒരു ഫുഡ് ഫെസ്റ്റ് നടത്താനിടയായി. വിവിധ തരത്തിലുള്ള ഫുഡുകൾ, ഇന്ത്യൻ ഫുഡുകളും പ്രത്യേകിച്ച് ചൈനീസ് ഫുഡുകളൊക്കെ നല്ല വിഭവ സമൃദ്ധമായ ഒരു ഫുഡ് ഇന്ന് നമ്മൾ ആദ്യമായി നമ്മുടെ സ്ഥാപനത്തിൽ സാഹചര്യം ഒരുക്കി തീർത്തു. അറേബ്യൻ, ചൈനീസ്, ഇന്ത്യൻ വിഭവങ്ങൾ മുതൽ കേരളീയ നാടൻ വിഭവങ്ങളായ കപ്പയും ചമ്മന്തിയും, മത്തിക്കറി, പിടിക്കോഴി, എണ്ണക്കടികൾ, ചിക്കൻ കേക്ക്, ലെയർ പത്തിരി, വിവിധ കേക്കുകൾ, ക്യാരറ്റ് ഹൽവ, പുഡിംഗ്, ഉപ്പിലിട്ടത്,
തുടങ്ങിയവ കൂടാതെ ചേനപ്പായസം, ക്യാരറ്റ് പായസം, പാലട തുടങ്ങിയ പായസങ്ങളും ഫുഡ് ഫെസ്റ്റിൽ ഒരുക്കിയിരുന്നു. ഇവ കൂടാതെ പഴയ ഓർമ്മകളെ പ്രതിനിധാനം ചെയ്യുന്ന മിഠായികളും വിവിധതരം പാനീയങ്ങൾ, ഹോളിക എന്നിവയും ഒരുക്കിയിരുന്നു. ഞങ്ങൾ ഫുഡ് ഫെസ്റ്റിൻ്റെ ഒരു മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് ഞങ്ങൾ ഫുഡ് ഇങ്ങനെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ട് സെർവ് ചെയ്യാന്നുള്ളതാണ്. ഞങ്ങളെ മെയിൻ ഐറ്റംസ് അറിയണത് പുഡിങ് വിത്ത് ചിക്കനാണ്. നല്ലൊരു കോംബോ ആണ്. അതുപോലെ തന്നെ എല്ലാതും ഉണ്ടാക്കിയിട്ടാണെങ്കിൽ നമ്മുടെ സ്വന്തം വീട്ടിൽ തന്നെയാണ്, നമ്മൾ പുറത്തുനിന്ന് വാങ്ങിയിട്ടൊന്നുമില്ല. അല്ല, കോമ്പറ്റീഷനായിട്ടല്ല, നമ്മളൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എല്ലാവരും പാടെ വെച്ചിട്ട് ഒരു പരിപാടിയാണ് ഇത്. ഞങ്ങളെല്ലാവരും പാടെ അവരെ സെപ്പറേറ്റ് വീട്ടിൽ നിന്ന് വന്നിട്ട് ആഘോഷങ്ങളുടെ ഭാഗമായി വിദ്യാർത്ഥികളുടെ ബാൻഡ് മേളവും ഉണ്ടായി. പാണ്ടിക്കാടിന്റെ പുതിയ വൈബായി കേക്ക് ടൈൽസ് പ്രവർത്തനം ആരംഭിച്ചു. വണ്ടൂർ റോഡിൽ സബാൻ ഫർണിച്ചറിന് സമീപം പ്രവർത്തനം തുടങ്ങിയ സ്ഥാപനം OM സൈനുൽ ആബിദ് തങ്ങൾ മേലാറ്റൂർ ഉദ്ഘാടനം ചെയ്തു. കേക്കുകളുടെ വിസ്മയലോകം പാണ്ടിക്കാടിന് സമ്മാനിച്ചാണ് കേക്ക് ടൈൽസ് പ്രവർത്തനം തുടങ്ങിയത്. കേക്കുകൾക്ക് പുറമെ ഷവർമ, സ്നാക്സ്, ബർഗർ, സാൻഡ്വിച്ച്, ജ്യൂസ്, ഐസ്ക്രീംസ് തുടങ്ങിയവയെല്ലാം കേക്ക് ടൈൽസിൽ നിന്ന് ലഭ്യമാകും. വിവിധതരം കേക്കുകളുടെ മികച്ച കളക്ഷനൊപ്പം ഉപഭോക്താക്കൾ ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ളവയും നിർമ്മിച്ചു നൽകും. കേക്ക് നിർമ്മാണ രംഗത്ത് വിദഗ്ധരായ മേക്കേഴ്സാണ് കേക്ക് ടൈൽസിന്റെ പ്രത്യേകത. ഒപ്പം മികച്ച വാഹന പാർക്കിംഗ് സൗകര്യവും ലഭ്യമാണ്. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഡിസംബർ 21, 22 തീയതികളിൽ ഷവർമ റോൾ 49 രൂപ, റുമാൽ ഷവർമ 89 രൂപ, പ്ലേറ്റ് ഷവർമ 69 രൂപ എന്നീ ഓഫറുകളും ഒരുക്കിയിട്ടുണ്ട്. കൂടാതെ കേക്കുകൾക്കും മികച്ച ഓഫറുകളാണ് ഒരുക്കിയിട്ടുള്ളത്. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നടന്ന ആദ്യ വിൽപ്പന OM സൈനുൽ ആബിദ് തങ്ങൾ മന്തംകുണ്ട് വാപ്പുവിന് നൽകി നിർവഹിച്ചു. ചടങ്ങിൽ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് പ്രസിഡന്റ് ഇരഞ്ഞിയിൽ അക്ബർ ഷാ, ജനറൽ സെക്രട്ടറി ലത്തീഫ് ഇക്ബാൽ, സ്ഥാപന ഉടമകളായ അബ്ദുൾ റഷീദ്, സിറാജുദ്ദീൻ, ഇല്യാസ് തുടങ്ങി സാമൂഹിക സാംസ്കാരിക രംഗത്തെ നിരവധി പേർ പങ്കെടുത്തു. തുടർന്ന് കാലിക്കറ്റ് ബീറ്റ്സ് ഓഫ് കേരളയുടെ ഗാനമേളയും അരങ്ങേറി. പ്രധാന വാർത്തകൾ വീണ്ടും. സാമ്പത്തിക പ്രതിസന്ധി. പെരിന്തൽമണ്ണ നഗരസഭയിൽ ടൗൺ ഹാൾ നിർമ്മാണം ഉൾപ്പെടെ വൻകിട പദ്ധതികൾ മുടങ്ങിക്കിടക്കുന്നു. പ്രവൃത്തി ആരംഭിച്ച് വർഷങ്ങളായിട്ടും ടൗൺ ഹാളിന്റെ നിർമ്മാണം പൂർത്തിയാക്കാനായില്ല. ഭാരതപ്പുഴയിലെ വാണിയംകുളം ത്രാങ്ങാലി ഭാഗത്തെ അടിയണ സംരക്ഷിക്കണമെന്ന ആവശ്യം നവകേരള സദസ്സിൽ നൽകിയ നിവേദനത്തിൽ പ്രതീക്ഷ. പദ്ധതിയുമായി ബന്ധപ്പെട്ട് റഫ് എസ്റ്റിമേറ്റ് എടുക്കാമെന്ന് ഇറിഗേഷൻ വകുപ്പിന്റെ മറുപടി ലഭിച്ചതായി വാർഡ് മെമ്പർ. കാരാകൃഷി കുണ്ടുകണ്ടം എഴുത്തോംപാറ പാലം 19 കോടി രൂപ ചിലവിൽ പുതുക്കി പണിയുമെന്ന് കെ ശാന്തകുമാരി MLA. പാലവും റോഡും വീതി കൂട്ടിയാണ് നിർമ്മിക്കുകയെന്നും MLA. മാതാപിതാക്കളുടെ ഓർമ്മയ്ക്കായി 40 സെന്റ് സ്ഥലം ദയാ ചാരിറ്റബിൾ സൊസൈറ്റിക്ക് സൗജന്യമായി നൽകി മണ്ണാർക്കാട് ബിയക്കുറിശി സ്വദേശികളായ ദമ്പതികൾ.
ഇവിടെ അർഹരായ കുടുംബങ്ങൾക്ക് ദയാഗ്രാമം ഒരുക്കുമെന്ന് ട്രസ്റ്റ് ഭാരവാഹികൾ. കളിയരങ്ങുമായി വെള്ളിനടിയിൽ താടിയരങ്ങ് 24-ന്. കഥകളിക്കൊപ്പം മറ്റ് കലാപരിപാടികളും ആസ്വാദക സദസ്സും ഒരുക്കിയതായി സംഘാടകർ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാവുകയാണ്. നമസ്കാരം.